പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 24 ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രമപ്പ 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 സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് അത്ഭുതകരമായി നടത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ നമ്മൾക്ക് പറയാനൊന്നുമില്ല. കർത്താവിന് സ്തോത്രമല്ലാതെ നമുക്ക് പറയാനൊന്നുമില്ല. ദൈവകൃപയെന്നല്ലാതെ നമുക്ക് പറയാനൊന്നുമില്ല. അപ്പം കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കിടന്നു, അങ്ങ് ഞങ്ങളെ ഉറക്കി, അതിന് സ്തോത്രം. അത് കർത്താവിൻ്റെ കൃപയായിരുന്നു. അനേകർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അനേകർ പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ പെട്ടുപോയപ്പോൾ, അനേകർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ചത് കർത്താവാകിയാൽ സ്തോത്രം. അങ്ങയുടെ കൃപയാണ് ഞങ്ങളെ ഉണർത്തിയത്. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങിയത് കൊണ്ട് ഉണർന്നിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യഹോവ നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ക്ഷേമത്തോടെ ജയത്തോടെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവെ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. ഏകനായി അങ്ങ് മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 109 സങ്കീർത്തനം അതിൻ്റെ 30-31 വാക്യങ്ങൾ. ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. കർത്താവ് എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങിൽ സന്തോഷിപ്പാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലും അങ്ങയുടെ സമാധാനം വ്യാപരിക്കട്ടെ. എല്ലാവരുടെ മേലും അങ്ങയുടെ സ്വസ്ഥത വ്യാപരിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ വചനത്താലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോരുത്തരും അത്ഭുതമായി മാറട്ടെ. ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവിക ആരോഗ്യമുണ്ടാകട്ടെ, ദൈവിക സമാധാനമുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. സ്വസ്ഥതയും സന്തോഷവും കൊണ്ട് ഇവർ നിറഞ്ഞു കവിയട്ടെ. അപ്പം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന ആ വലിയ പദവിയിൽ ഇവർ ജീവിപ്പാൻ, മറ്റുള്ളവരെ കാണുമ്പോൾ ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവിക നന്മകൾ കൊണ്ട് കർത്താവിനെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും കൃപ പകരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അമേൻ അത്ഭുതമായി വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ്, ഈ പ്രഭാതത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഇന്ന് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇന്ന് ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ശാരീരിക വൈകല്യങ്ങളാൽ, ശാരീരിക ബുദ്ധിമുട്ടുകളാൽ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇനി ഞാൻ സൗഖ്യമാകുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ചിലർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ സൗഖ്യത്തെ സ്വീകരിക്കട്ടെ. പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ന്യൂറോളജിക്കൽ ഡിസോർഡറാൽ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതമായി സൗഖ്യമാകട്ടെ, അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം.
നാളെ പ്രഭാതത്തിൽ നടക്കുവാനുള്ള സഭായോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ നാളത്തെ സഭായോഗത്തിൽ ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് യെരമ്യാവിൻ്റെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വേദഭാഗമാണ്. 17-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കും. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 6-ാമത്തെ വാക്യം: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ശപിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെട്ടവനും. ആമേൻ. 7-ാമത്തെ വാക്യം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വായിച്ചപ്പോൾ 5-ാമത്തെ വാക്യം പറയുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ. അതായത് മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഊവർ നിലത്തിലും പാർക്കും. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങനല്ല. അവൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അപ്പം ഇതിനകത്ത് രണ്ട് ടൈപ്പ് ആളുകളെയാണ് നമ്മൾ കാണുന്നത്: അനുഗ്രഹിക്കപ്പെട്ടവരെയും ശപിക്കപ്പെട്ടവരും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആമേൻ. ശപിക്കപ്പെട്ടവൻ നന്മ വരുമ്പോൾ അവന് കാണാൻ കഴിയത്തില്ല. അവൻ ചൂരച്ചെടിക്ക് സമമാണ്. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണുകയില്ല. മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളും നിവാസികൾ ഇല്ലാത്ത സ്ഥലങ്ങളിലും ആമേൻ ഉവർ നിലത്തിലും പാർക്കും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ശപിക്കപ്പെട്ടവന് ഈ ലോകത്തിൽ എത്രയൊക്കെ നന്മകൾ വെളിപ്പെട്ടാലും അവൻ്റെ ജീവിതത്തിൽ അത് നന്മയായി തീരത്തില്ല. അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരത്തില്ല. അത് അവൻ അനുഭവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവന്. അവനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായാലും എത്ര പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും അവൻ്റെ ജീവിതം അനുഗ്രഹപൂർണമായിരിക്കും. ആമേൻ. ആമേൻ. അത് ചൂട് വരും, ആമേൻ, ഉഷ്ണം വരും, പ്രതികൂലമായ കാലാവസ്ഥകൾ ഉണ്ടാകും, പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടാകും. ഇതൊന്നും ഇവനെ ബാധിക്കത്തില്ല. ആമേൻ. ഇതൊന്നും ഇവനെ തൊടുന്നില്ല. ഇവൻ ആറ്റരികത്ത് നട്ടിരിക്കുക. അതായത് ഇവന് വെള്ളം വലിച്ചെടുത്തോണ്ടേയിരിക്കും. ഇവൻ്റെ ഇല വാടിപ്പോകുന്ന പ്രശ്നമില്ല. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വേര് അവൻ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും. ഉഷ്ണം തട്ടും, പക്ഷേ എന്ത് ചെയ്യുകയില്ല. അതിനെയൊന്നും ഇവന് പേടിയില്ല. കാരണം അതിൻ്റെ ഇല എങ്ങനായിരിക്കും? പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കായ്ച്ചുകൊണ്ടേയിരിക്കും. വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാനാണ് ദൈവമക്കളെ നമ്മളെ വിളിച്ചത് കർത്താവ്. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആ നന്മ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ യൗവനം പുതുകി വരും, നമ്മുടെ ആരോഗ്യം പുതുകി വരും, നമ്മുടെ സന്തോഷം പുതുകി വരും, നമ്മൾ ഊർജ്ജസ്വലരായി തീരും. ആമേൻ, ആമേൻ. ഈ ലോകത്തിൽ എന്തൊക്കെ സാമ്പത്തികമായ മാന്ദ്യങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ആമേൻ ദൈവിക അത്ഭുതത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആരിൽ ആശ്രയിക്കണം? കർത്താവിൽ ആശ്രയിക്കണം. യഹോവയിൽ തന്നെ ആശ്രയിക്കണം. അയ്യോ, പ്രതികൂലങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യനിലേക്ക് ആശ്രയിക്കരുത്. ആമേൻ. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും, ചിലർ കുതിരകളിൽ ആശ്രയിക്കും, ചിലർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കും, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കും, ചിലർ തങ്ങളുടെ കൃഷിയിൽ ആശ്രയിക്കും. പക്ഷെ നമ്മൾ ആരിൽ ആശ്രയിക്കണം? നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാ, അതുകൊണ്ട് എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ല. ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടിയില്ലെങ്കിലും യഹോവയെ അന്വേഷിക്കുന്ന എനിക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല. അവൻ എന്തൊക്കെ പ്രതികൂലങ്ങളിലൂടെ ലോകം പോയാലും, ഏതൊക്കെ രീതിയിൽ മാന്ദ്യങ്ങൾ സംഭവിച്ചാലും, എന്തിൻ്റെയൊക്കെ വില ഇടിഞ്ഞു പോയാലും, അവൻ നാണയപ്പെരുപ്പം സംഭവിച്ചാലും, എന്നൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. കാരണം ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. യെരമ്യാവ് അതിൻ്റെ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ യഹോവയിൽ ആശ്രയിക്കുന്ന
ഞാൻ അവൻ വാടിപ്പോകത്തില്ല, യഹോവയിൽ ആശ്രയിക്കുന്ന ഞാൻ എൻ്റെ ഇല വാടിപ്പോകത്തില്ല, ഞാൻ തഴച്ചു വളരും, ഞാൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് ഒരു ദോഷവും തിന്മയും എനിക്ക് ഭവിക്കത്തില്ല. ഇത് നമ്മുടെ ഡിക്ലറേഷൻ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, ആമേൻ, എനിക്ക് എൻ്റെ നന്മ തടയപ്പെടത്തില്ല. ഞാൻ നന്മയെ അനുഭവിച്ച് തന്നെ ജീവിക്കും. ഉഷ്ണം കണ്ട് അല്ലെങ്കിൽ പ്രതികൂലം കണ്ട് ചൂട് കണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നും കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും വചനം കിട്ടിയെങ്കിൽ നിങ്ങൾ ചിലർക്കൂടൊക്കെ ഷെയർ ചെയ്യും, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ